നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളക് നമ്മൾ തന്നെ നട്ടുപിടിപ്പിച്ചുണ്ടാക്കി അത് ഓരോ 10-15 ദിവസം കൂടുമ്പോൾ നമ്മുടെ സ്വന്തം കൈകൊണ്ട് പൊട്ടിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരാത്മസുഖം അതൊന്ന് വേറെ തന്നെയല്ലേ. പക്ഷെ ചിലരെങ്കിലും മുളക് വളർത്തലിൽ പരാജയപ്പെടുന്നവരും ഉണ്ട്. പ്രത്യേകിച്ച് വാട്ടരോഗം, കീടങ്ങളുടെ ആക്രമണം, ഇതൊക്കെ തന്നെയാണല്ലോ കാരണങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിത്ത് ഇടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് സാധാരണ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന വറ്റൽ മുളകും ചെടിയിൽ നിന്നും പറിച്ചെടുത്ത മൂത്ത ഒരു പച്ചമുളകുമാണ്. ഇത് നടാനായിട്ട് ഞാൻ എടുക്കുന്ന മീഡിയം കരിയിലയും അടുക്കള വേസ്റ്റും ചേർത്തുണ്ടാക്കിയ കമ്പോസ്റ്റ് വളത്തിലാണ്. ഇത് നല്ലതുപോലെ പൊടിഞ്ഞിരിക്കുന്നത് കൊണ്ട് തൈകൾ പെട്ടെന്ന് മുളച്ച് കിട്ടുകയും ചെയ്യും. പാകിയ വിത്തിന് മുകളിൽ വിത്ത് കാണാതിരിക്കാൻ വേണ്ടി മാത്രം ഒരല്പം കൂടെ പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 10-12 ദിവസത്തിനകം വിത്തെല്ലാം മുളച്ച് ഒരു 4 ഇല പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ കുഞ്ഞു തൈകൾക്ക് വളരാനുള്ള പോഷകങ്ങൾ കൊടുത്തു തുടങ്ങണ്ടേ. അതിനായി NPK 19-19-19 സ്പ്രേ ചെയ്യുന്നത്. ഇപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ NPK കൊടുത്താൽ മതി. 4 ഇല പരുവത്തിന് 4 ഗ്രാം എന്ന കണക്കിൽ. ചെടി നല്ലതുപോലെ നനയത്തക്ക വിധമാണ് സ്പ്രേ ചെയ്യേണ്ടത്. അതുപോലെ രാവിലെ വെയിൽ ഉദിക്കുന്നതിന് മുൻപ് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം. വിത്ത് പാകി തൈകൾ മുളയ്ക്കുന്നത് വരെ തണലത്തും. മുള പൊട്ടിയപ്പോൾ വെയിലത്തെടുത്ത് വെച്ചു. കരിയില കൊണ്ട് ചെറിയൊരു പുതയിട്ട് കൊടുത്തു. ഇതൊരു വയലറ്റ് മുളകിനമാണ്. അതിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ 5 അല്ലെങ്കിൽ 7 ദിവസം കൂടുമ്പോൾ ഇതുപോലെ NPK സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ചെടിയുടെ വളർച്ചയ്ക്കൊപ്പം ശക്തമായ വേരുപടലം ഉണ്ടാവണമല്ലോ. അതിനായി ഹ്യൂമിക് ആസിഡാണ് കൊടുക്കുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം എന്ന അളവിലാണ് ചേർക്കേണ്ടത്. ഇവിടെ എനിക്ക് കുറച്ച് കൂടുതൽ ചെടികളുള്ളതുകൊണ്ട് കൂടുതൽ അളവിലാണ് കലക്കി വെച്ചിട്ടുള്ളത്. ഇത് കൊടുക്കുന്നത് കൊണ്ട് വേരുകളൊക്കെ നല്ല കരുത്തോടെ വളരുന്നുമുണ്ട്. ഇത് വെള്ളക്കാന്താരിയാണ്. ഇത് പറിച്ചു നട്ട് 2ാമത്തെ തവണയാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. മാസത്തിൽ 1 തവണയാണ് ഞാനിത് കൊടുക്കാറുള്ളത്. ആദ്യം തന്നെ വലിയ പോട്ടിൽ നടുന്നതിനേക്കാൾ നല്ലത് ചെടിയുടെ വലിപ്പം അനുസരിച്ച് പോട്ടിൻ്റെ അളവും കൂട്ടിയെടുക്കാം. ചെടി മാറ്റി നടുന്ന സമയത്ത് കൂടുതൽ മണ്ണൊന്നും ഉപയോഗിച്ചിട്ടില്ല. ചട്ടിയുടെ 4/1 ഭാഗം മാത്രമാണ് ഇതിൽ മണ്ണുള്ളത്. ബാക്കി ഈ കാണുന്ന അടുക്കള വേസ്റ്റിൽ നിന്നുള്ള കമ്പോസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു പോട്ടിലേക്ക് 1 പിടി വേപ്പിൻ പിണ്ണാക്കും 1 പിടി എല്ലുപൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. ചാണകപ്പൊടി കിട്ടാത്തതുകൊണ്ട് ഇതിലൊട്ടും ചേർത്തിട്ടില്ല. ഇതുപോലെ പൊടിഞ്ഞ കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള വീഡിയോ അതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അറിയാൻ ആഗ്രഹമുള്ളവർ അത് കണ്ടു നോക്കിയാൽ ഉപകാരപ്പെടും. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും NPK കൊടുക്കാം. ഇത് NPK 19-19-19 2 മാസം പ്രായമുള്ള തൈകൾക്ക് ഐസ്ക്രീം സ്പൂണിൽ 1 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ 1 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. മുളക് ചെടിക്ക് NPK കൊടുത്ത് വളർത്തണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ മറ്റുള്ള ജൈവവളങ്ങൾ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ചെറിയ അളവിലൊക്കെ ഇത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിന് പകരമായി ഗോമൂത്രം, ചാണകം, ഫിഷ് അമിനോ ആസിഡ്, കടലപ്പിണ്ണാക്ക് ഇവയിൽ ഏതെങ്കിലുമൊക്കെ മാറി മാറി കൊടുക്കാവുന്നതുമാണ്. NPK കൊടുത്ത് 2 ദിവസത്തിന് ശേഷം മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തു, അതായത് എപ്സം സാൾട്ട്. ചെടികൾക്ക് മാഗ്നീഷ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനാണിത്. ഇനി ഇതിൻ്റെ കുറവ് കൊണ്ട് ചെടികൾ വളരാതിരിക്കണ്ടല്ലോ. 1/2 സ്പൂൺ അളവിൽ മണ്ണിൽ നേരിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനി മണ്ണുമായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. ആവശ്യത്തിന് നനച്ചും കൊടുക്കാം. കൃഷി ചെയ്യുമ്പോൾ കൂടെ കരുതേണ്ട ഒന്നാണ് സ്യൂഡോമോണസ്. കൃഷിയുടെ തുടക്കം മുതൽ ഇതുപയോഗിച്ച് തുടങ്ങാം. 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഈ ഒരു സ്പൂണിൽ 2 സ്പൂൺ എടുക്കുന്നുണ്ട്. 2 ലിറ്റർ വെള്ളമാണ് ഇതിൽ ചേർക്കുന്നത്. എടുക്കുന്ന ഗ്രാം കണക്കൊക്കെ കൃത്യമാവണമെന്നില്ല. എന്തായാലും കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. സ്യൂഡോമോണസ് ചെടികൾക്ക് വൈകുന്നേര സമയങ്ങളിൽ മാത്രമാണ് കൊടുക്കേണ്ടത്. ഈ പൊടി ഒന്ന് കലങ്ങുന്നത് വരെ നല്ലതുപോലെ ഇളക്കി ചേർക്കണം. ചെടിയും ചെടിച്ചട്ടിയിലെ മണ്ണും നല്ലതുപോലെ നനയത്തക്ക വിധം ഇതുപോലെ ഇങ്ങനെ കൂട്ടി പിടിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഏകദേശം ഒരു ചെടിച്ചട്ടിക്ക് 2 ഗ്ലാസ് എന്ന കണക്കിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു കീടനാശിനി എന്ന നിലയ്ക്കല്ല സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത്, മറിച്ച് മണ്ണിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ തടയാനാണ് സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത്. ആദ്യം ചെയ്ത ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വിത്ത് പാകിയ സമയത്ത് വിത്ത് നനയ്ക്കാനായി വെള്ളം നനയ്ക്കുന്നതിന് പകരം സ്യൂഡോമോണസ് കലക്കിയ വെള്ളം കൊണ്ടാണ് വിത്ത് നനച്ചത്. 10 അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ഈ സ്യൂഡോമോണസ് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. സ്യൂഡോമോണസ് വാങ്ങുമ്പോൾ ഡേറ്റ് കഴിഞ്ഞതൊന്നും വാങ്ങിക്കരുത്, പുതിയത് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം 2.5 മാസം പ്രായമുള്ള ചെടികളായി നല്ല കരുത്തോടും ആരോഗ്യത്തോടു കൂടെ തന്നെയാണ് വളർന്നിരിക്കുന്നത്. പക്ഷേ 4-5 ദിവസം ഞാൻ വീട്ടിലില്ലായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടെന്നോണം നീരൂറ്റി കുടിക്കുന്ന ശത്രുകീടങ്ങൾ ചെടിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ജീവികളെ ഒരൊറ്റ സ്പ്രേയിൽ ഇല്ലാതാക്കാം. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. കാരണം വിഷമടിക്കാത്ത പച്ചക്കറിയാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ജൈവരീതി തന്നെ നോക്കാം. ഇതിന് വേണ്ടത് 1-2 ദിവസം പഴക്കമുള്ള പുളിച്ച കഞ്ഞിവെള്ളം, വിനാഗിരി, വെളുത്തുള്ളി,
പിന്നെ ചെറുനാരങ്ങ. ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി മതിയാകും. ചതച്ച വെളുത്തുള്ളി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കാം. കൂടെ കഞ്ഞിവെള്ളവും ചേർക്കാം. ഇനി ഈ മൂന്നും നല്ലതുപോലെ ഞെരടി പിഴിയണം. ഇതിലേക്ക് ഇനി 20 മില്ലി വിനാഗിരി ചേർക്കാം. കൂടെ 1/2 ലിറ്റർ വെള്ളവും. ഇനി ഇതൊരു കോട്ടൺ തുണിയിൽ കെട്ടി അരിച്ചെടുക്കാം. ഇത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് സ്പ്രേ ചെയ്യാൻ നിൽക്കേണ്ട. കഞ്ഞിവെള്ളത്തിൽ തരി അടഞ്ഞ് സ്പ്രേ ബോട്ടിൽ കേടാകും. അതുകൊണ്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് അതിൻ്റെ അടപ്പിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കുക, ഒരു സേഫ്റ്റി പിൻ വെച്ച്. ഇനി ഇത് നല്ലതുപോലെ ഇലയിൽ തളിച്ചു കൊടുക്കാം. ഇലയെല്ലാം ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് ഇലയുടെ അടിയിലും തളിച്ചു കൊടുക്കണം കേട്ടോ. ചെടിയുടെ അടിയിൽ അള്ളിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുന്ന കണ്ണിൽ കാണാത്ത വിധമുള്ള ചെറിയ ജീവികളെ കണ്ടോ? ഇവരൊക്കെ എത്തുന്നതിന് മുൻപേ ഇതൊക്കെ ചെയ്തു കൊടുക്കണമായിരുന്നു. സാരമില്ല, മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇത് സ്പ്രേ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെയ്തത്, ഇത് ചാരമാണ്. ഒരു 5 സ്പൂൺ ഉണ്ട്. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം. ഇലയൊന്ന് നനച്ചതിന് ശേഷം വേണം ചാരം കൊണ്ട് ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. കീടങ്ങളെ അകറ്റാനുള്ള എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് വൈകുന്നേര സമയങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇവർക്ക് വന്നിരിക്കാനുള്ള സാഹചര്യം കൊടുക്കാതെ എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുക. ഈ ചാരം കൊടുത്ത് പിറ്റേന്ന് വൈകുന്നേരം ഞാൻ ചെയ്തത്, ഇത് നീം ഓയിലാണ്. അതിൻ്റെ അടപ്പിൽ തന്നെ ഒരു പകുതിയോളം എടുക്കാം. ഏകദേശം ഒരു 5-10 മില്ലി. ഇതിൽ കൂടരുത്, ഇലകൾ കരിഞ്ഞു പോകും. പിന്നെ ചെയ്യേണ്ടത്, പാത്രം കഴുകാനെടുക്കുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് എടുക്കാം. ഞാനിപ്പോൾ പ്രില്ലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4-5 തുള്ളി ചേർക്കുന്നുണ്ട്. ഇതൊരു സ്പ്രെയർ ബോട്ടിലിൽ ഒഴിക്കാം. 1 ലിറ്റർ വെള്ളവും. ഇനി ഇതുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്ത് തളിക്കുമ്പോഴും ഇലയുടെ അടിയിൽ കൂടെ വീഴുന്ന വിധത്തിലായിരിക്കണം തളിച്ചു കൊടുക്കേണ്ടത്. ചെടികൾക്ക് വേണ്ടി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വെറുതെ പറഞ്ഞു പോയാൽ എല്ലാവർക്കും വിശ്വാസമാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചെടികൾക്ക് വേണ്ടി എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് പറഞ്ഞു തരുന്നതും. പിന്നെ ഈ ചാരപ്രയോഗം മഴക്കാലത്തും തണുപ്പ് കാലത്തുമാണ് നല്ലത്. നല്ല വെയിലുള്ളപ്പോഴാണെങ്കിൽ ഇതിൻ്റെ കൂടെ നേർപ്പിച്ച് പഴകിയ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് തളിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. മരുന്ന് പ്രയോഗമൊക്കെ കഴിഞ്ഞപ്പോൾ ചെടിയുടെ ഗ്ലാമറിന് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. സാരമില്ല, അതൊക്കെ ശരിയാക്കി എടുക്കാം. എന്തായാലും 3 ദിവസം കൊണ്ട് വന്നിരുന്ന കീടങ്ങളെല്ലാം അപ്രത്യക്ഷമായി. ഇനിയിപ്പോൾ ആ ചാരത്തിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് ചെടിയൊന്ന് വൃത്തിയാക്കാനായിട്ട് വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടികളായി നിർത്തി. ഇനി എപ്സം സാൾട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടിയുടെ ക്ഷീണമൊക്കെ മാറി നല്ല പച്ചപ്പോടെ നിൽക്കും. ഇപ്പോൾ ഇതിൽ പൂക്കളും മുളകും ഒക്കെ വന്നു തുടങ്ങി. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ നിർത്താം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം വന്ന ഈ പൂമൊട്ടുകളെല്ലാം നുള്ളി മാറ്റാം. അങ്ങനെ ചെയ്യുമ്പോൾ താഴെ വളരാൻ കാത്തിരിക്കുന്ന പുതിയ ബ്രാഞ്ചസൊക്കെ നല്ല കരുത്തോടു കൂടെ വളർന്നു വരും. ചെടി നല്ല ബുഷായി തീരുകയും ചെയ്യും. പിന്നെ മറ്റൊരു ഓർഗാനിക് ഫെർട്ടിലൈസറായിട്ട് ഞാൻ കൊടുത്തത് ഓറഞ്ച് തൊലിയും ശർക്കരയുമാണ്. ഇതിൽ 8-10 ഓറഞ്ചിൻ്റെ തോലുണ്ട്. ഇതിലേക്ക് 1/2 കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. വീണ്ടും 1-2 പ്രാവശ്യം വെള്ളം ചേർത്ത് ഒന്നുകൂടെ അരിച്ചെടുക്കാം. ഇതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിവിടെ കിടന്ന് മറ്റൊരു വളമായിക്കോളും. ഇങ്ങനെ ഉണ്ടാക്കിയ വളം ഒരു 1.5 ലിറ്ററോളം ഉണ്ട്. ഇതുകൊണ്ട് ചെടിയെ നല്ലതുപോലെ നനച്ച് കുളിപ്പിച്ചെടുക്കാം. ഒരു കൈ കൊണ്ട് ഇലകളെല്ലാം കൂട്ടി പിടിച്ച് വേണം തളിച്ചു കൊടുക്കാൻ. നിങ്ങൾക്കിനി കോഴിക്കാഷ്ടം കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാം. പക്ഷേ നല്ലതുപോലെ കമ്പോസ്റ്റ് ആക്കിയ കോഴിക്കാഷ്ടം ആയിരിക്കണമെന്ന് മാത്രം. വേരിലൊന്നും തട്ടാതെ മാറ്റി വേണം ഇട്ട് കൊടുക്കാൻ. ഇത് ഡോളോമൈറ്റ് ആണ്. മുളക് ചെടിക്ക് അത്യാവശ്യം വേണ്ടുന്ന മറ്റൊന്നാണ് കാൽസ്യം. 2 ലിറ്റർ വെള്ളത്തിൽ 40 ഗ്രാമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം തടത്തിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മട്ടി ഇങ്ങനെ അടിയിൽ തങ്ങി നിൽക്കും. ഇതിലേക്ക് ഞാൻ ഡോളോമൈറ്റ് ഇലകളിൽ തളിച്ചും തടത്തിൽ ഒഴിച്ചും കൊടുത്തു. സാധാരണ എല്ലാവരും കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്തെടുത്ത മണ്ണാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ എനിക്കങ്ങനെ ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് മാസത്തിൽ 1 തവണ ഡോളോമൈറ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കും. പക്ഷേ ഡോളോമൈറ്റ് കൊടുത്ത് 10-15 ദിവസം കഴിഞ്ഞ് മാത്രമേ മറ്റുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. 1-2 മാസം കൂടുമ്പോഴെങ്കിലും ഡോളോമൈറ്റ് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പച്ചമുളക് മാത്രമല്ല ഏതിനും മുളകും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് തന്നെ വിളയിച്ചെടുക്കാം. ചാണകവും ചാരവും ആവശ്യത്തിനുള്ള മണ്ണും ഇല്ല എന്ന് പറഞ്ഞ് കൃഷി ചെയ്യാതിരിക്കുന്നവർ ഈ രീതിയിൽ ഇനിയൊന്ന് കൃഷി ചെയ്തു നോക്കൂ. വിജയം ഉറപ്പ്. എല്ലാവരുടെയും അടുക്കളത്തോട്ടം വിളകളാൽ സമ്പന്നമാവട്ടെ. പ്രാർത്ഥനയോടെ ഗ്രീൻ ഗാലറി.